കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള അവസരമായി ഓണസദ്യ ഒരുക്കുന്നതിനു വേണ്ടിയും ഓണപ്പൂക്കളം പരിപൂർണമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിർഭാഗ്യവശാൽ അത്യപൂർവമായി മാധ്യമം പത്രത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന അവിടുത്തെ ജീവനക്കാർ ഇന്ന് കണ്ണീരിന്റെ ഓണം എന്നുള്ള നിലയിൽ അതിനേക്കാൾ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്കെല്ലാവർക്കും ദർശിക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ ശമ്പള കുടിശ്ശികയുടെ പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ചർച്ചയിൽ മറ്റ് തൊഴിലാളി പത്രപ്രവർത്തക യൂണിയനോടൊപ്പം ഞാനും അതിനകത്ത് പോയി പങ്കെടുത്ത ഒരാളാണ്. AITUCയുടെയും HMSന്റെയും INTUCയുടെയും STU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും സമരസമിതി എന്നുള്ള നിലയിൽ ആ മീറ്റിംഗ് വിളിച്ച് മീറ്റിംഗിന്റെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങളും അതിനകത്ത് പങ്കെടുത്തിരുന്നു. 7 മാസത്തെ ശമ്പള കുടിശ്ശികയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കഴിഞ്ഞ 2026 ജനുവരി മുതലുള്ള ശമ്പള കുടിശ്ശികയാണ്. ഈ ശമ്പള കുടിശ്ശിക സന്ദർഭത്തിൽ ഇതിനു മുമ്പും മാധ്യമം ജീവനക്കാരും പത്രപ്രവർത്തക യൂണിയനും വർക്കിംഗ് ജേർണലിസ്റ്റും സംയുക്തമായും അവരൊറ്റയ്ക്കും മാധ്യമത്തിലെ യൂണിയൻ തൊഴിലാളി പ്രവർത്തകരും കൂടി ചേർന്ന് ഗവൺമെന്റിനെ അന്ന് സമീപിച്ചിരുന്നു. അന്നത്തെ തൊഴിൽ മന്ത്രി ശിവൻകുട്ടി വിളിച്ചു ചേർത്ത ചർച്ചയിൽ അവസാനമായി ഒരു ഒത്തുതീർപ്പുണ്ടായത് 20-ാം തീയതി ആദ്യത്തെ 2 മാസത്തെ കുടിശ്ശിക മെയ് മാസത്തിൽ കൊടുക്കാനും ബാക്കി ഡിസംബർ 31-നുള്ളിൽ പൂർണ്ണമായിട്ടുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാനുമാണ് ആവശ്യപ്പെട്ടത്. അന്നുണ്ടായിരുന്ന 4 മാസത്തെ കുടിശ്ശിക നടക്കുന്ന സന്ദർഭത്തിലാണ് ചർച്ച നടക്കുന്നത്. അതുകൂടാതെ ബാക്കി പ്രശ്നങ്ങൾ, ഇവർക്ക് ലീവ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, മറ്റ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എല്ലാം സ്വാഭാവികമായിട്ടും വേജ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമായി എല്ലാ പത്രപ്രവർത്തക ജീവനക്കാർക്കും ഉള്ളതുപോലെ ഇവർക്കും ലഭ്യമായിരുന്നു. അതെല്ലാം കോവിഡിന് ശേഷം നിർത്തൽ ചെയ്തിരിക്കുക. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞ മാനേജ്മെന്റിനെ സഹായിക്കാൻ വേണ്ടി ക്ഷാമബത്ത അടക്കം ഫ്രീസ് ചെയ്തുകൊണ്ട് ഒരു സമീപനത്തിൽ ജോലി ചെയ്യേണ്ടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാധ്യമത്തിലെ ജീവനക്കാർ ഒന്നടങ്കം മാറേണ്ടുന്ന സ്ഥിതിവിശേഷം വന്നു. അതെല്ലാം ആ പ്രതിസന്ധി പരിഹരിക്കാൻ സഹായകമാകട്ടെ എന്ന് നോക്കിക്കൊണ്ടാണ് തൊഴിലാളികൾ സംഘടനയുടെ നിർദ്ദേശപ്രകാരം അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് വന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതെല്ലാം പിന്നീട് ചർച്ച ചെയ്യാൻ വേണ്ടി ഹെഡ്ക്വാർട്ടേഴ്സ് DLO എന്നുള്ള അടിസ്ഥാനത്തിൽ വേജ് ബോർഡ് ഉള്ളതുകൊണ്ട് പത്രപ്രവർത്തക ആക്ടിന്റെ ഭാഗമായിട്ടുള്ള ആ DLOയ്ക്കാണ് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് അന്നത്തെ DLO ആയിട്ടുള്ള ശ്രീ ബിജു തൊഴിൽ മന്ത്രി തന്നെ ചുമതലപ്പെടുത്തിയ അനുസരിച്ച് പ്രത്യേകമായിട്ട് 2 കൂട്ടരെയും കേട്ട് ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. ആ റിപ്പോർട്ട് ഇപ്പോ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അന്നത്തെ കുടിശ്ശിക ഒത്തുതീർപ്പുണ്ടാക്കാൻ 2 മാസം കുടിശ്ശികയും ബാക്കി ഡിസംബർ 31-നുള്ളതും ബാക്കി പ്രശ്നങ്ങൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള നിലയിലാണ് തൊഴിലാളികളും വലിയ പ്രതീക്ഷയോടുകൂടി ആ റിപ്പോർട്ടിനെ കണ്ടത്. റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും വള്ളിപുള്ളി വിടാത്ത വിധത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ജീവനക്കാർക്ക് വേണ്ടി നടപ്പാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് മാധ്യമ മാനേജ്മെന്റിനെയും കൂടി കേട്ടതിന് ശേഷം വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് അതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ എന്നുള്ള നിലയിൽ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് നടപ്പാക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. പുതിയ ഗവൺമെന്റ് വന്നു. പുതിയ ഗവൺമെന്റ് മുമ്പാകെ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ പറഞ്ഞു. മന്ത്രി പറഞ്ഞു തൽക്കാലം ഇപ്പൊ 7 മാസം കുടിശ്ശികയായതുകൊണ്ട് കുടിശ്ശിക പ്രശ്നം മാത്രം ഇപ്പൊ ചർച്ച ചെയ്യുക. റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഓണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രത്യേകമായിട്ടൊരു മീറ്റിംഗ് വിളിക്കാം. ആ മീറ്റിംഗിനകത്ത് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും പത്രപ്രവർത്തക യൂണിയനും മാധ്യമത്തിലെ തൊഴിലാളി പ്രവർത്തകരും ഞങ്ങൾ വന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തകരും അല്ലാതെ അംഗീകരിച്ചുകൊണ്ടാണ് പിന്നെ കുടിശ്ശിക സംബന്ധിച്ച് എങ്ങനെയാണ് കുടിശ്ശിക നിവാരണം ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായി. അങ്ങനെയാണ് ഞങ്ങൾ 3 മാസത്തെ കുടിശ്ശിക ഇപ്പൊ കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. ഇന്നലെയായിരുന്നു മീറ്റിംഗ്. 3 മാസത്തെ കുടിശ്ശിക ഇപ്പൊ കൊടുക്കണം ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അതിന് പശ്ചാത്തലമായി പറഞ്ഞൊരു കാര്യമുണ്ട്. മന്ത്രി മീറ്റിംഗ് വിളിക്കുന്നതിന് മുമ്പായി 2 പ്രാവശ്യം സഫ്ന IAS സംസ്ഥാന ലേബർ കമ്മീഷൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. ഒടുവിലത്തെ മീറ്റിംഗിൽ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടത് ഇനി നിങ്ങൾ കൂടിയാലോചനയ്ക്ക് വരുമ്പോ കൃത്യമായി ഈ കുടിശ്ശിക പരിഹരിക്കുന്നതിന് എങ്ങനെയാണ് കുടിശ്ശിക കൊടുത്തു തീർക്കാൻ കഴിയുക. ഒറ്റയടിക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് സ്റ്റേജ് വൈസ് ആയിട്ട് എങ്ങനെ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നുള്ള പ്രായോഗിക നിർദ്ദേശം നിങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു.
അതനുസരിച്ച് ആ നിർദ്ദേശമായിട്ട് മാനേജ്മെന്റ് വരുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ 3 മാസം കുടിശ്ശിക ഓണത്തിന്റെ തലേ ദിവസം 2 ദിവസം മുമ്പ് നടന്ന ചർച്ചയ്ക്കകത്ത് അങ്ങനെ ട്രേഡ് യൂണിയനുകൾ 3 മാസം കുടിശ്ശിക ആവശ്യപ്പെടുന്നു. വളരെ പരിഹസിക്കുന്ന പോലെയാണ്. ഒരു പഞ്ചായത്ത് മെമ്പറുടെ മുമ്പിൽ പോലും ഒരു തൊഴിലുടമ, ഒരു ഇഷ്ടികക്കളത്തിലെ ഉടമ പോലും ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമെന്ന് ഞങ്ങളാരും കണക്കാക്കുന്നില്ല. ഞാനും രാജീവനും അതുപോലെ ഞങ്ങള് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാവരും എത്രയോ നാളുകളായി ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നു. സാധാരണ ഒരു കോൺട്രാക്ടർ പോലും അങ്ങനെ ഒരു പെരുമാറില്ല. ഉടനെ പറയുകയാണ് 7 മാസം ശമ്പള കുടിശ്ശിക ഉള്ളപ്പോൾ പറയാണ് ഞങ്ങൾ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ഫൈനാൻസ് ബാങ്കുകള് ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് ആലോചിച്ച് വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനം പോലെ വന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, കൊടുക്കാൻ 5000 രൂപ കൊടുക്കാനുള്ള പണമുണ്ടെന്നാണ്. ഒരു തൊഴിലാളിക്ക് 5000 രൂപ കൊടുക്കാൻ. നേരത്തെ ഉള്ള 800 തൊഴിലാളി ഇപ്പൊ ഇല്ല. തൊഴിലാളിയുടെ എണ്ണം ഇങ്ങനെ അവരെ ഇങ്ങനെ വല്ലാത്ത വിധത്തിലേക്ക് ശമ്പളം കൊടുക്കാതെ ജീവിതം തന്നെ വഴിമുട്ടുന്ന അവസ്ഥയായി കഴിഞ്ഞപ്പോ പലരും വേറെ തൊഴിൽ തേടി പോയിട്ടുണ്ട്. പലരും ഇവിടെ തന്നെ താൽക്കാലിക ജീവനക്കാരായിട്ട് കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യാൻ നിർബന്ധിതരായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പുതിയ സ്ഥിതിവിശേഷം ഒരു മാനേജ്മെന്റ്, ഒരു പത്ര മാനേജ്മെന്റ്, മലയാള മനോരമയോ മാതൃഭൂമിയോ ദേശാഭിമാനിയോ കേരള കൗമുദിയോ ഒരു പത്ര മാനേജ്മെന്റും സ്വീകരിക്കാത്തൊരു സമീപനം കേരളത്തിനകത്ത് മാധ്യമ പത്രത്തിന് മാത്രം സ്വീകരിക്കാൻ ആരാണ് ഇതിന് പിൻബലം? അതുകൊണ്ട് വളരെ പരിഹാസ്യമായി 5000 രൂപ ഞങ്ങൾ കൊടുക്കാന്ന് പറയാം. 3 മാസത്തെ കുടിശ്ശിക കൊടുക്കാൻ പറഞ്ഞപ്പോ മന്ത്രി പിന്നെ വളരെ നയജാതിരിയോടുകൂടി അവരോട് പറഞ്ഞു, ഞാനും ഒരു വീട്ടമ്മയാണ്, ഈ ഓണക്കാലത്ത് നിങ്ങൾ ഇങ്ങനെ തൊഴിലാളികളോട് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഓണത്തിന് അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള വകുപ്പെങ്കിലും. ഈ തൊഴിലാളികളാകെ പട്ടിണിയുടെ പരിവട്ടത്തിലാണ്, ആത്മഹത്യയുടെ മുനമ്പിലാണ് ഇവരെല്ലാവരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും സ്ഥാപനത്തിൽ നടക്കോ 1 മാസം 2 മാസം കുടിശ്ശിക കഴിഞ്ഞാൽ ആ മാനേജ്മെന്റിന് മനസ്സമാധാനത്തോടുകൂടി അവിടെ പ്രവർത്തിക്കാൻ കഴിയോ? ആ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട സ്ഥിതിവിശേഷം വരില്ലേ? അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സാമം ദാനം ഭേദം ദണ്ഡം എന്നുള്ളത് കൊണ്ട് മന്ത്രിയുടെ ഒത്തുതീർപ്പിന് ഞങ്ങൾ നിന്നു. മന്ത്രി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, 2 മാസത്തെങ്കിലും കൊടുക്കണമെന്ന് അപ്പോഴാ പറഞ്ഞു. അപ്പൊ പറയുകയാണ് ഞങ്ങൾ 5000 രൂപ കൂടി ചേർത്ത് 10000 രൂപ കൊടുക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു 10000 രൂപ ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കേണ്ട കാര്യമില്ല. അത് മാനേജ്മെന്റ് ഏതാണ്ട് ദാനം തരുന്ന പോലെയാ. അതവര് തരാതിരിക്കുകയോ ചെയ്യട്ടെ. അതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഈ മീറ്റിംഗിന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാനത് കൃത്യമായി പറയുകയാണ്. അവസാനം മന്ത്രി അവരുടെ കയ്യിലുള്ള ലെറ്റർ പാഡ് മടക്കിക്കൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ടോപ്പ് മാനേജ്മെന്റായിട്ട് ആലോചിച്ചിട്ട് 1 മാസത്തെങ്കിലും ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഈ ജഗദീഷ് ശ്രീകുമാർ ഒരു സിനിമയിൽ ഒരു റെയിൽവേ സ്റ്റേഷനകത്ത് ഒരു യാത്രക്കാരനോട് 100 റുപ്പീസ് സാർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോ എന്ന് പറഞ്ഞു, തട്ടി മാറ്റുകയാണ്. സർ 50 റുപ്പീസ്. നോ, തന്നോട് ഞാൻ പറഞ്ഞില്ലേ മാറി നിൽക്കാൻ. സർ 25 റുപ്പീസ്. സാർ അവസാനം 10 രൂപയെങ്കിലും തരൂ, ഞാൻ പട്ടിണിയാണ് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഓർക്കുകയാണ്. ഏതാണ്ട് അതേപോലെയാണ് തൊഴിലാളികൾ. മന്ത്രി തന്നെ പറഞ്ഞു അവസാനം 1 മാസത്തെങ്കിലും നിങ്ങൾ കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ മീറ്റിംഗിന്റെ കോൺഫറൻസിന്റെ ഒരു ബോർഡ് റൂം പോലെ ഒരു ചെറിയ സംഗതി ഉണ്ട്, അവിടെ ഇരുന്നാണ് ചർച്ച നടത്തിയെന്ന്. വേറെ 2-3 പേര് കാണാൻ വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ അവരെ കാണട്ടെ, നിങ്ങളൊന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞുപോയി. ഈ സിഇഒ എന്ന് പറയുന്ന മനുഷ്യൻ അയാള് അവിടുന്ന് പറയുകയാണ്, കൂടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. മന്ത്രി അവസാനം ആ 2 പേരെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോ ഇവരില്ല, പോയി കളഞ്ഞു. ഇതാണ് ഒരു മാനേജ്മെന്റ്. ഈ മാനേജ്മെന്റ് മുമ്പിൽ എന്താ ചെയ്യേണ്ടത്? ഇത് യഥാർത്ഥത്തിൽ ഒരു പട്ടിണി സമരം കൊണ്ട് തീരില്ല. ഇത് ഈ പത്രം ഇവിടെ നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോ അത് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ തൊഴിലാളികളുടെ കുടിശ്ശിക വൈകാതെ കൊടുത്തു തീർത്തിട്ടല്ലാതെ മാധ്യമം പത്രം ഇനി കേരളത്തിൽ പുറത്തിറങ്ങണ്ടെന്ന് തീരുമാനിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങളെ കൊണ്ട് മാറ്റിക്കാൻ ഇടവരുത്. ഞങ്ങൾ എല്ലാ പത്രങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്, എല്ലാ മാധ്യമങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്.
ഞങ്ങൾക്കെതിരെ, തൊഴിലാളി പ്രവർത്തകർക്കെതിരെ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ചരമക്കോളത്തിന്റെ പ്രാധാന്യം പോലും തരുന്നില്ലെങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ട്രേഡ് യൂണിയൻ ഓഫീസിൽ നിന്നും ഞങ്ങള് എല്ലാ ദിവസവും നടത്തുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വാർത്തകൾ കൊടുക്കാനും വീണ്ടും അവരെ സ്നേഹപൂർവ്വം ഇന്നൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയും അത് വീണ്ടും പരസ്യപ്പെടുത്താനും തയ്യാറാവുന്നവരാണ്. മാധ്യമം, പത്രം യഥാർത്ഥത്തിൽ ഈ ജീവനക്കാരുടെ കഴിവുകൊണ്ട് മാത്രം വിദേശ രാജ്യങ്ങളിലടക്കം, ദുബായ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലടക്കം നല്ല വിധത്തിൽ പോകുന്നതും വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ മുഖ്യധാരാ പത്രത്തോടൊപ്പം തന്നെ നിലവാരമുള്ള വിദേശ വാർത്തകളടക്കം, സ്പോർട്സ് വാർത്തകളടക്കം നല്ല വാർത്തകൾക്ക് പ്രാധാന്യമുള്ള ഒരു പത്രമായി മാറിയതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ മാധ്യമത്തിലെ നിലവിലുള്ള മാനേജ്മെന്റ് എന്നുള്ളത് സിഇഒയും HR-ഉം ഫൈനാൻസ് മാനേജറും അടക്കമുള്ള ചെയർമാനോ മാത്രമല്ല, ഇവിടെ പണിയെടുക്കുന്ന ജീവനക്കാരുടെ കാഴ്ചപ്പാടും അവരുടെ തൂലികയും യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പത്രത്തെ പത്രമാക്കി മാറ്റുന്നതിന് വേണ്ടി വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അവരെ കറിവേപ്പില പോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണോ? ടോൾഡ്രോപ്പും കോളോ ഹെൽത്തും തുടങ്ങിയിട്ടുള്ള കമ്പനികൾ, BPO കമ്പനികൾ കേരളത്തിനകത്ത് ഗവൺമെന്റ് പറഞ്ഞാലും കേൾക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. പുതിയ ലേബർ കോഡ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഹയർ ആൻഡ് ഫയർ കൈകാര്യം ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന കണക്ക് ഇവിടെ മാധ്യമ മാനേജ്മെന്റ് പുതിയ കുറിപ്പടികളുമായി വരികയാണ്. CEO പറയുകയാണ്, ഞങ്ങൾ ആരെയും പിരിച്ചുവിടുന്നില്ല. അപ്പൊ പിന്നെ 800 പേര് ഇപ്പൊ 200, 186 പേരുമായിട്ട് ചുരുങ്ങിയത് എങ്ങനെയാ? പറയുക, ഞങ്ങൾ ആരെയും പിരിച്ചുവിടുന്നില്ല. ഞങ്ങൾ ആകെ ചെയ്യുന്ന കാര്യം, ചെയർമാൻ അടക്കം ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തരെയും ഞങ്ങളുടെ റൂമിലേക്ക് വിളിക്കും. വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി അടക്കം വാങ്ങിച്ച് പിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ചോ. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് അയാളുടെ വീട്ടിലുള്ള നക്കാപ്പിച്ച് എന്തെങ്കിലും അവരുടെ ഒരു കാര്യമാണോ? തൊഴിലാളിക്ക് അർഹതപ്പെട്ട മാറ്റിവെക്കപ്പെട്ട വേതനം എന്നുള്ള അടിസ്ഥാനത്തിൽ പത്രനിയമം അനുസരിച്ച് കിട്ടേണ്ടുന്ന ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെട്ട തൊഴിലാളിയോട് പറയാണ്, ഗ്രാറ്റുവിറ്റി അടക്കം നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്താൽ കിട്ടുമെന്നൊരു ഉറപ്പുമില്ല, അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ജോലി പൊക്കോ. അല്ലെങ്കിൽ ഇന്ന് 60,000 രൂപയും 70,000 രൂപയും വേജ് ബോർഡ് അനുസരിച്ചുകൊണ്ട്, ഇനി അതുണ്ടാവുമെന്ന് അറിയില്ല, വേജ് ബോർഡ് തന്നെ കോഡിനകത്ത് ഇല്ലാതായി. ഏതായാലും ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും നിലവിലുണ്ടായിരുന്ന 30 വർഷവും 40 വർഷവും ഒക്കെ സർവീസുള്ള തൊഴിലാളികളോട് പറയുകയാണ്, ഞങ്ങൾ നക്കാപ്പിച്ചയ്ക്ക് ഇവിടെ ജോലി ചെയ്യണം. അതെന്താണെന്ന് പറയുന്നില്ല, അത് DA ഉണ്ടോ ഒന്നുമില്ല, ഒരു കൺസോളിഡേറ്റഡ് പേയിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ ഇന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയോ താഴെ ശമ്പളത്തിന് 1 or 2 പേരൊക്കെ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഞങ്ങൾ ശമ്പളം മുടക്കുന്നില്ല. അതുകൊണ്ട് ആ ജോലിയിലേക്ക് ഇവർ മാറിയാൽ, അങ്ങനെയാണോ ഓരോരുത്തരെ വിളിച്ചാണോ സംസാരിക്കുന്നത്? ഒരു കോർപ്പറേറ്റ് കമ്പനി പോലും അങ്ങനെ തയ്യാറാവില്ലല്ലോ. അങ്ങനെയാണ് തയ്യാറാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പത്രപ്രവർത്തക യൂണിയൻ ഉണ്ട്, മാധ്യമത്തിലെ തൊഴിലാളി സംഘടനയുണ്ട്, അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. വൈബിളാവുന്നില്ല സ്ഥാപനം, വൈബിളാവാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇനി ചെയ്യണം എന്ന് ആലോചിച്ച് അതിനാവശ്യമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്ത് അങ്ങനെയല്ലേ കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടത്. അതിന് പകരം ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക്, അതെന്തൊരു തൊഴിലുടമയാണ്? അതേതൊരു പരിഷ്കൃത രാജ്യത്ത് നിരക്കുന്നൊരു നടപടിയാണോ? അതേപോലെ ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്കാണ് മാനേജ്മെന്റ് പോയിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മറ്റൊരുപാട് നേതാക്കന്മാരോട് സംസാരിക്കാനുണ്ട്. ഇന്നത്തെ ഈ പട്ടിണി സമരത്തിന് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിലും പത്രപ്രവർത്തന മേഖലയിൽ നിന്നും ട്രേഡ് യൂണിയൻ മേഖലയിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ മേഖലയിൽ നിന്നുമെല്ലാം പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവർക്ക് സമരത്തിന് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് പ്രസംഗം മാത്രം പോരാ. നേരത്തെ തൊഴിലാളി സംഘടനകൾ വന്നതുപോലെ അവർ നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അങ്ങനെ ഒരു അറിയിപ്പില്ലാത്തതുകൊണ്ട് ഇനിയും മുഴുവൻ പേരും അവരുടെ ശക്തി, മാനേജ്മെന്റ് ഒരു ധാരണയുണ്ട്, ഇവർ 186 പേരേ ഉള്ളൂ, ഇവര് കുറെ കഴിയുമ്പോൾ ഈ കൂക്കുവിളിയും മുദ്രാവാക്യം വിളിയൊക്കെ അവസാനിപ്പിച്ച് പഞ്ചപുച്ഛം അടക്കി എവിടെയെങ്കിലും പൊക്കോളും എന്നൊരു അടിസ്ഥാനത്തിൽ ഒരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ, ഓൺലൈനിലാണ് നിങ്ങൾ വേറെ പത്രം ഇറക്കുമെന്നുണ്ടെങ്കിൽ ആ ഓൺലൈൻ അടക്കമടക്കുന്ന പത്രത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവൻ പ്രശ്നമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് പണിയെടുത്ത തൊഴിലാളിക്ക് കൂലി കിട്ടാതെ മാധ്യമ മാനേജ്മെന്റിന്റെ ഒരു അഭ്യാസവും അവർ പല വിധത്തിലുള്ള വരുമാനം ഉണ്ടാക്കുന്നതിന് ഒരുപാട് മാർഗങ്ങൾ ഇവിടെ ആലോചിക്കുന്നുണ്ട്. ഇവിടുത്തെ നേതാക്കന്മാർ അത് പറയും, ഒരുപാട് മാർഗങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒരുപാട് പരസ്യ കമ്പനികളുടെ സഹായത്തോടു കൂടി ലുലു മാളിൽ പോയി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടി നടത്തുക, വേറെ സ്ഥലത്ത് പോയി വേറെ പരിപാടി നടത്തുക. ഒരു പരിപാടിയും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനം ഒരു പരിപാടിയും അങ്ങനെ ഈ
തൊഴിലാളികളെ കരിവേപ്പിലാക്കിക്കൊണ്ട് അവരുടെ ചോര ഒടിച്ചുകൊണ്ട് മാധ്യമ പത്രം ഇവിടെ ബിൽഡ് ചെയ്ത് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നടപ്പാവില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് മാധ്യമത്തിൽ ഓണസദ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്, ഓണാഘോഷ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ തൊഴിലാളികളുടെ വർഗബോധത്തെ സംബന്ധിച്ച് അതിൽ പങ്കെടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പേര് വിളിക്കുന്നത് വേറെ പേരാ. ഞാനിപ്പോ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ വന്ന് വിഷയം വഷളാക്കി അവസാനം ഞങ്ങളിത് പരിഹരിക്കാനും ഒക്കെ തയ്യാറായിരുന്നു എന്നുള്ള നിലയിൽ വന്നിട്ട് അതിനൊരു സാഹചര്യം അടഞ്ഞു കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേറെ പദപ്രയോഗത്തിലേക്ക് പോകുന്നില്ല. മര്യാദഘട്ട നടപടിയാണ്. മാനേജ്മെന്റ് ഓണാവകാശം ബഹിഷ്കരിച്ച് ഈ സമരപ്പന്തലിലേക്ക് വരികയല്ലേ യഥാർത്ഥത്തിൽ അവിടുത്തെ മറ്റ് ജീവനക്കാരായിട്ടുള്ളവർ ചെയ്യുന്നത്. അവർക്കിപ്പോ കൂലി കിട്ടുന്നുണ്ടാവാം, കുറഞ്ഞ കൂലിയാണെങ്കിലും ഉണ്ടാവാം. അങ്ങനെ എല്ലാവരെയും തൊഴിലാളി വിരുദ്ധന്മാരാക്കി മാറ്റിക്കൊണ്ട് തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ആധുനിക മാനേജ്മെന്റ് പോലും തയ്യാറാകാത്ത വിധത്തിലേക്കുള്ള വളരെ മ്ലേച്ഛമായ ക്രൂരമായ നടപടികളാണ് മാധ്യമം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാത്ത മാനേജ്മെന്റ് അല്ല. ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സിഇഒയിലൊക്കെ വലിയ രൂപത്തിലിരിക്കുന്ന ചെയർമാൻമാരും അമീറിനെ പോലുള്ള ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളുമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക സന്ദേശമുണ്ട്. അവർ പ്രതിനിധാനം ചെയ്യുന്ന മതമോ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയമോ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അന്യായത്തിനെതിരെ നാവ് തുറന്ന് ഞങ്ങൾ അന്യായത്തിനെതിരെ നാവ് തുറക്കും, ശബ്ദിക്കും, ആര് തടഞ്ഞാലും ശബ്ദിക്കുമെന്നുള്ളൊരു പത്രധർമ്മം നടത്തുന്നവർക്ക് സ്വന്തം ജീവനക്കാർക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വിധത്തിലേക്ക് ആക്കിയിട്ട് എന്ത് മാന്യതയാണ് യഥാർത്ഥത്തിൽ ആ പത്രത്തിലുള്ളത്? അതുകൊണ്ട് അത് ഗൗരവത്തോടുകൂടി പരിശോധിക്കാൻ എല്ലാവരും തയ്യാറാവണം. ഇവിടെ ഇന്നത്തെ സമരം കഴിഞ്ഞാൽ, ഈ പട്ടിണിപ്പാച്ചിൽ കഴിഞ്ഞാൽ, ഈ സമരം കഴിഞ്ഞാൽ സെപ്റ്റംബർ 3-ാം തീയതി മുതൽ അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് ഈ കൂലി കുടിശ്ശിക തീർത്ത് കിട്ടുന്നത് വരെ എന്നാലേ ആ സമരം അവസാനിപ്പിക്കുക എന്ന് കണക്കാക്കിക്കൊണ്ട് അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. അതിന്റെ അടുത്ത ഘട്ടമായി പണിമുടക്കിലേക്ക് പോകേണ്ടി വന്നാൽ, പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പണിമുടക്കിലേക്ക് പോകും. നിയമപരമായിട്ടുള്ള ഏത് സാധ്യതയും തേടിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള വഴികൾ തേടും. നിയമപരമായ വഴി തേടുക മാത്രമല്ല, പ്രായോഗികമായി തൊഴിലാളികളെയും രാജ്യത്തെ എല്ലാ വിഭാഗം ജനാധിപത്യ വിശ്വാസികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭ സമരം കോഴിക്കോട് മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുമെന്ന് കൂടി ഇന്ന് രാവിലെ കൂടി ആലോചിച്ച സമരസമിതിയുടെ നിർദ്ദേശം എന്നുള്ള നിലയിൽ അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പട്ടിണിപ്പാച്ചിൽ ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനം.